ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ, ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവതിരുസന്നിധിയിൽ പ്രാർത്ഥനാപൂർവമായിരിക്കുമ്പോൾ ആശ്വാസദായകനായ ക്രിസ്തു സ്നേഹത്തെ ധ്യാനിക്കാം. ആണ്ടുവട്ടത്തിൻ്റെ 14ാമത്തെ ഞായറാഴ്ച ഇന്ന് ഏറെ അർത്ഥസമ്പുഷ്ടമായ തിരുവചനങ്ങളിലൂടെ തിരുസഭ ദൈവമക്കളായ നമ്മെ ക്രിസ്തുവിൻ്റെ ലാളിത്യമുള്ള ഹൃദയത്തിലേക്ക്, കാരുണ്യത്തിലേക്ക് നമ്മെ തിരികെ നടത്തുകയാണ്. ഇന്നത്തെ തിരുവചനം നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും മനോഹരമായ പാഠം ഭൂമിയിൽ ആരിലും കണ്ടെത്താൻ കഴിയാത്ത ആശ്വാസവും സമാധാനവും ക്രിസ്തുവിൽ കണ്ടെത്താൻ കഴിയുമെന്ന ഉറപ്പാണ്. ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് എല്ലാം വെളിപ്പെടുത്തപ്പെടുന്നു. യേശു ഇന്നത്തെ സുവിശേഷത്തിലൂടെ നമുക്ക് നൽകുന്ന ആത്മീയ ബലം എന്തെന്നോ, അഹങ്കാരവും സ്വന്തം ശക്തിയിലുള്ള ആശ്രയബോധം ഉപേക്ഷിച്ച് നിഷ്കളങ്ക സ്നേഹത്തോടെ, ശിശുസഹജമായ വിശ്വാസത്തോടെ ദൈവത്തിൽ ആശ്രയിക്കുക. അപ്പോൾ ദൈവം തന്നെ നിനക്കായി വെളിപ്പെടുത്തരും. എളിമയുള്ള ഹൃദയത്തിലാണ് ഏറ്റവും മഹത്തായ പുണ്യം വസിക്കുക. നാം എളിമയുള്ളവരാകണം എന്ന് നമ്മെ ഓർപ്പെടുത്തുകയാണ്. യേശു മാത്രമാണ് പിതാവിലേക്കുള്ള ഏക വഴി. പിതാവായ ദൈവത്തോട് പുത്രനായ ക്രിസ്തു ഐക്യപ്പെട്ടിരിക്കുന്നത് പോലെ നമുക്ക് ദൈവത്തിൽ ഐക്യപ്പെടുവാനുള്ള ഏക മാർഗം ക്രിസ്തുവിൽ ഒന്നാവുക എന്നതാണ്. ക്രിസ്തു പിതാവിനെ നമുക്കായി വെളിപ്പെടുത്തുന്നു. നാം ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുന്നു. ദൈവത്തെ നാം അറിയുക എന്നത് മാത്രമല്ല, വ്യക്തിപരമായ ഒരു ബന്ധം ദൈവവുമായി കാത്തുസൂക്ഷിക്കുക എന്നതാണ് ഇന്നത്തെ സുവിശേഷത്തിൻ്റെ ഏറ്റവും മഹത്തായ അടയാളം. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഇവിടെ യേശുവിൻ്റെ പക്കൽ നമ്മൾ വരുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ആത്മീയ സ്വാതന്ത്ര്യത്തിൻ്റെ, ദൈവിക ജീവൻ്റെ, ജീവിതത്തിൻ്റെ ഭാരം വിട്ടുപോകുന്ന സാന്ത്വനത്തിൻ്റെ അനുഭവം നമുക്കായി നൽകപ്പെടുന്നുണ്ട്. ഇത് ഒരു ശാരീരികമായ ആശ്വാസം മാത്രമല്ല, നാം എല്ലാവരും ആന്തരികമായും ആത്മീയമായും പാപത്തിലൂടെയും പ്രതിസന്ധിയിലൂടെയും തകർന്നു പോയവരാണ്. ഏതു വിധത്തിൽ നമ്മൾ തകർക്കപ്പെട്ടവരാണെങ്കിലും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിന്, അവൻ്റെ സാന്നിധ്യത്തിന്, അവൻ്റെ സ്പർശനത്തിന് നമ്മെ എല്ലാവരെയും വീണ്ടെടുക്കാൻ കഴിയും. യേശു പറയുന്നത്, കം ടു മീ, ഐ വിൽ ഗിവ് യു ദ റെസ്റ്റ്. നോക്കൂ, ക്രിസ്തു ഒത്തിരി സ്നേഹത്തോടു കൂടി നമ്മെ വിളിക്കുകയാണ്. എൻ്റെ അടുക്കൽ വരിക, ഞാൻ നിങ്ങൾക്ക് ആശ്വാസം നൽകാം. യേശു നൽകുന്ന ആശ്വാസം ഭൂമിയുടേതായ ആശ്വാസമല്ല, അത് സ്വർഗീയമായ ആശ്വാസമാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ സങ്കടകരമായ അനുഭവങ്ങൾക്കിടയിലും സ്വർഗം കൂടെയുണ്ടെന്നും അവിടുന്ന് നമ്മുടെ ഭാരവും പാപവും ഏറ്റെടുത്ത് ആശ്വാസം നൽകുമെന്ന ഉറപ്പുമാണ്. യേശു നമുക്ക് നൽകുന്ന ആശ്വാസം ജീവിതത്തിൽ പ്രയാസമോ സങ്കടമോ ഉണ്ടാകാതിരിക്കുവാൻ വേണ്ടിയുള്ളതല്ല. അഥവാ ഈ ലോക ജീവിതത്തിൽ നമുക്ക് കഷ്ടതയോ പ്രയാസമോ ഉണ്ടാകുകയില്ല എന്ന് ക്രിസ്തു നമ്മോട് പറയുന്നില്ല. ക്രിസ്തു തന്നെ ഈ ലോകത്തിൻ്റെ എല്ലാ സങ്കടകരമായ ദുരനുഭവങ്ങളിലൂടെയും കടന്നുപോയ വ്യക്തിയാണ്. ആ ക്രിസ്തു നമുക്ക് നൽകുന്ന ഉറപ്പെന്തെന്നോ, ഞാൻ കൂടെ ഉണ്ടാകുമെന്ന ഉറപ്പാണ്. അവിടുന്ന് ആശ്വാസദായകനായി, സാന്ത്വനത്തിൻ്റെ സാമീപ്യമായി, ക്ഷമിക്കുന്ന സ്നേഹമായി, പ്രത്യാശയുടെ അനുഭവമായി, ജീവൻ്റെ ബലമായി അവൻ കൂടെ ഉണ്ടാകും. ക്രിസ്തു നമുക്ക് നൽകുന്ന ഈ ഉറപ്പാണ് ജീവിതത്തിൽ തകർന്നു പോകാതെ മുന്നോട്ട് പോകുവാൻ നമുക്ക് ശക്തിയും ബലവും നൽകുന്നത്. യേശു പറയുന്നത്, എൻ്റെ നുകം വഹിക്കുവാൻ എളുപ്പമുള്ളതാണ്, ചുമട് ഭാരം കുറഞ്ഞതും. നുകം എന്താണെന്ന് നമുക്കറിയാം. പാടത്തിൽ ഉഴവാൻ വേണ്ടി കർഷകൻ കാളയുടെ തോളിൽ കയറ്റി വയ്ക്കുന്ന ഭാരമുള്ള ഒരു തടിക്കഷ്ണമാണത്. അതിൻ്റെ ഭാരത്തിൻ്റെ ഒരു വശം കർഷകനും മറുവശം കാളയും വഹിക്കുന്നു. അതായത് ഒരേ സമയം രണ്ടുപേരും ഒരുമിച്ച് ഭാരം വഹിക്കുന്നു. ക്രിസ്തു നമ്മെ ക്ഷണിക്കുന്നതും ഈ ഒരു അനുഭവത്തിലേക്കാണ്. നിന്റെ ജീവിതത്തിൻ്റെ എല്ലാ വേദനയിലും സങ്കടങ്ങളിലും നിന്നോടൊപ്പം സഹിക്കുവാൻ മനസ്സുള്ള, കൂടെ നിൽക്കാൻ മനസ്സുള്ള ഒരു ദൈവമുണ്ട്. ആ ദൈവം കൂടെ ഉള്ളപ്പോൾ നീ തകർന്നു പോകേണ്ടതില്ല. ഇന്നത്തെ സുവിശേഷം യേശു തൻ്റെ ജീവൻ്റെ സമൃദ്ധി നമുക്കായി പകർന്നു നൽകുകയാണ്. ജീവിതത്തിൽ പ്രയാസവും സങ്കടം അനുഭവിക്കുന്ന നമുക്ക് എല്ലാവർക്കും ക്രിസ്തു സാന്ത്വനത്തിൻ്റെ സാമീപ്യമാണ്. 55ാമത്തെ സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, നിന്റെ ഭാരം കർത്താവിനെ ഭരമേൽപ്പിക്കുക, അവിടുന്ന് അത് താങ്ങിക്കൊള്ളും. ആ വചനഭാഗത്തിൻ്റെ പൂർത്തീകരണമാണ് സുവിശേഷം. വരിക ഭാരം വഹിക്കുന്നവരെ, ദുഃഖിതരെ, ആലംബഹീനരെ,
ഞാൻ നിങ്ങൾക്ക് ആശ്വാസം നൽകാം. ക്രിസ്തുവിൽ യഥാർത്ഥമായ ആശ്വാസം കണ്ടെത്തി സമാധാനത്തോടുകൂടി മുന്നേറുവാൻ ക്രിസ്തു നമ്മെ ക്ഷണിക്കുമ്പോൾ ഈ ഭൂമിയിലെ ഒരു സങ്കടങ്ങൾക്കും തകർക്കാൻ കഴിയാത്ത വിധം ക്രിസ്തുവിൻ്റെ തിരുഹൃദയത്തിൽ അഭയം തേടി അവൻ്റെ സ്നേഹസാമീപ്യത്തിൽ ജീവിക്കുവാൻ ക്രിസ്തു നമുക്കായി തൻ്റെ ജീവനെ തുറന്നു നൽകുന്നു. ആ സ്നേഹത്തിൻ്റെ സാന്ത്വനം സ്വീകരിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ സ്വന്തമാകാൻ, അവൻ്റെ പരിപാലനയുടെ ആനന്ദം അനുഭവിക്കുവാൻ നമ്മെ എല്ലാവരെയും യോഗ്യരാക്കണമേ എന്ന് ഈ ദിനം നമുക്കും പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. ആമേൻ.